ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ സരിയു ആകെ ദേഷ്യത്തിലാണ്. ഷാരി അപ്പൊ ഷാരിയുടെ പറയുന്നുണ്ട്, ദേ നോക്ക്, അയാളെ മര്യാദയ്ക്ക് ഇവിടുന്ന് ഇറക്കി വിടണം നല്ലത്. നിങ്ങൾക്ക് സത്യങ്ങളൊക്കെ മനസ്സിലായ സമയത്ത് അയാളെ ഇവിടുന്ന് ഇറക്കി വിടാൻ പാടില്ലായിരുന്നു മോളെ. അത് പിന്നെ അപ്പൊ നിങ്ങളും ഇറക്കി വിട്ടില്ല. നിങ്ങളുടെ സ്ഥാനത്ത് ഞാനെങ്ങാനും ആയിരുന്നെങ്കിൽ എന്താ ചെയ്യാന്നറിയാവോ? അയാളുടെ തലയും തല്ലി പൊട്ടിച്ച് അയാളെ ചവിട്ടിക്കൂട്ടി പുറത്തേക്ക് ഇട്ടാനെ. അതിന്റെ പേര് ജയിലിലാവണമെങ്കിൽ ജയിലിലാവട്ടെ എന്ന് അങ്ങോട്ട് വിചാരിച്ചാനെ. അയാളുടെ സ്വഭാവം കൊള്ളത്തില്ല. എന്നിട്ട് എന്റെ മനുവേട്ടനെ കുറ്റം പറയാന് അയാൾക്ക് 100 നാവ്. പൊന്നു പോലുള്ള എന്റെ മനുവേട്ടനെ കുറ്റം പറയാന് അയാൾക്ക് ഇൻട്രസ്റ്റ്. നോക്ക്, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, അയാൾ ഇനി ഉള്ളിടത്ത് ഞാനില്ല. ഒന്നില്ലെങ്കിൽ അയാള് അല്ലെങ്കിൽ ഞാൻ, ഒരാള് മാത്രം ഈ വീട്ടിൽ നിന്നാ മതി മോളെ. അതിന് അയാൾക്ക് നടുവൊന്നും ശരിയായിട്ടില്ല. ഇപ്പോഴും നടുവിന് നല്ല വേദനയുണ്ട്. ഇപ്പോഴും നടുവൊന്നും ശരിയായിട്ടില്ല മോളെ. മുതുകൊക്കെ നല്ല വേദനയാ. കൈക്കൊന്നും അനക്കാനേ പറ്റുന്നില്ല. ആയിക്കോട്ടെ, എന്ത് ഇവൻ ചെയ്തോട്ടെ, പക്ഷെ ഇവിടെ അയാൾ വേണ്ട. എനിക്ക് എന്റെ തീരുമാനം അതാണ്. അയാളെ മര്യാദയ്ക്ക് ഇവിടുന്ന് ഇറക്കി വിട്. നിങ്ങൾ ഇറക്കി വിടണോ അത് ഞാൻ ഇറക്കി വിടണോ എന്ന് ചോദിക്കുകയാണ്. മോളെ, ഞാൻ പറഞ്ഞ നീ ഒന്ന് കേൾക്ക്. നീ എന്താ ചെയ്യാൻ പോണത്? അതെ, നിങ്ങളടുത്ത് പറയേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ എന്റെ അമ്മയല്ല, കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് സരിയു നിലത്തേക്ക് പോകുവാണ്. അത് കേട്ട് ഷാരി ആകെ കരഞ്ഞോണ്ടിരിക്കുക കേട്ടോ. അപ്പൊ രാഹുൽ റൂമിൽ നിന്നിട്ട് എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെയൊക്കെ സരിയു വരുന്നുണ്ട്. എടോ ഭഗാസുര എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. പെട്ടെന്ന് രാഹുൽ ആകെ ഞെട്ടിപ്പോട്ടോ. സരുവിന്റെ വായിന്ന് ആ ഒരു വിളി കേട്ടപ്പോ മോളെ എന്ന് പറയുമ്പോ, അതേടോ ഞാൻ തന്നെ വിളിച്ചത്. എടോ ഭഗാസുര, തന്നിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. താനും ആ താരാന്ന് പറഞ്ഞ മിണ്ടാത്ത സ്ത്രീയും തമ്മിലല്ലേ ഇവിടെ ബന്ധം ഉണ്ടായിരുന്നത്. എന്നിട്ടത് പാവം ആന്റിയുടെ തലയെ കൊണ്ടേ കെട്ടിവെച്ചതു. സത്യം പറയടോ, ആ ചന്ദ്രസേനയാണോ തനിക്കാണോ ബന്ധം ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോ രാഹുൽ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അതെ, തനിക്ക് തന്നെയാണ് ബന്ധം ഉണ്ടായത്. എന്നിട്ട് അവയാളുടെ തലയെ കൊണ്ടിട്ട് അയാളെ ആന്റിനെ തമ്മിൽ പിരിയിച്ചു. 10-25 വർഷം അവർ തമ്മിൽ വേർപിരിയിപ്പിച്ചു. എല്ലാത്തിനും കാരണം താനാണ്. എടോ അത് മാത്രല്ല, തനിക്ക് എന്തിനും ഉളുപ്പുണ്ടോടോ? താൻ ഷാരി എന്ന് പറഞ്ഞ സ്ത്രീനെ കല്യാണം കഴിച്ചതിന് ശേഷമല്ലടോ താഴെ പുറകിലേക്ക് പോയത്. ആ സ്ത്രീയായിട്ട് ബന്ധം പുലർത്തിയത് താനല്ലേടോ എന്ന് പറയാണ്. അതുകൊണ്ട് താൻ വിട്ടോ, ഇവിടുന്ന് പോയിക്കോ, പോ. മോളെ, നീ എന്തൊക്കെയാ പറഞ്ഞത്? ഇവിടുന്ന് പോവാനോ? എങ്ങോട്ട് പോവാൻ? എങ്ങോട്ടെങ്കിലും പോയിക്കോ. മര്യാദയ്ക്ക് എവിടെയെങ്കിലും പോവാൻ നോക്ക്. നിങ്ങൾ എനിക്ക് കാണണ്ട മോളെ. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് വേണ്ടിയിട്ടാണ്. എടോ എനിക്ക് വേണ്ടിയിട്ടാണ്. താൻ എപ്പോഴും പറഞ്ഞ ഡയലോഗാണ്, എന്ത് ചെയ്താലും അത് എനിക്ക് വേണ്ടിയിട്ടാണെന്ന്. എടോ, ഞാൻ ജനിക്കുന്ന മുമ്പേ ആ താരയായിട്ട് അവിഹിതം ഉണ്ടാക്കിയത് എനിക്ക് വേണ്ടിയിട്ടാണോ? പറയടോ, എനിക്ക് വേണ്ടിയിട്ടാണോന്ന്. അപ്പൊ രാഹുൽ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അത് പോരാണ്ട് പ്രസവിച്ച സ്ത്രീയുടെ അടുത്തുനിന്ന് കുഞ്ഞിനെ മാറ്റി, ദേ ഈ ഷാരി എന്ന് പറഞ്ഞ സ്ത്രീയുടെ മരിച്ച കുഞ്ഞിനെ മാറ്റി ആ വേറൊരു സ്ത്രീയുടെ കുഞ്ഞിനെ അവിടെ കൊണ്ടുപോയി വെച്ചത് എനിക്ക് വേണ്ടിയിട്ടാണോടോ? പറയടോ എന്ന് പറയുമ്പോ രാഹുൽ ഒന്നും മിണ്ടുന്നില്ല. ഷാരി പണ്ട് മോള് ചോദിച്ചത് കേട്ടില്ല, ഉത്തരം പറ എന്ന് പറയുമ്പോ രാഹുൽ പണ്ട് മോളെ, ഇതിനൊന്നും എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല. ഞാൻ തെറ്റ് ചെയ്തു, ശരി, ഞാൻ സമ്മതിച്ചു. പക്ഷെ നീ ജനിച്ചതിന് ശേഷം നിനക്ക് വേണ്ടി മോളെ ഞാൻ ജീവിച്ചത്. എടോ മതി, താൻ ഈ ഡയലോഗ് പാട്ട് അതിനെ പിടിച്ചു നിർത്തരുത്. നോക്കൂ, ഒന്നില്ലെങ്കിൽ താൻ ഇവിടുന്ന് ഇറങ്ങും, അല്ലെങ്കിൽ ഞാൻ എന്റെ കുഞ്ഞിനെ കൊണ്ട് ഇവിടുന്ന് ഇറങ്ങും. എന്താ വേണ്ടത്? മര്യാദയ്ക്ക് താൻ പറയാൻ നോക്ക് എന്ന് പറയാണ്. അപ്പോൾ ഷാരി പറഞ്ഞു, മോളെ കുറച്ചു ദിവസം കൂടി നിന്നോട്ടെ. വേണ്ട, ദേ ഇയാളുടെ കൂടെ നിങ്ങൾക്ക് പോണെങ്കിൽ പോകാം. എനിക്ക് എന്റെ മനുവേട്ടൻ മാത്രം മതി, കുഞ്ഞും മതി. പോകണമെങ്കിൽ താൻ പോടോ, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങും എന്ന് പറയാണ്. ഷാരി പറയുന്നുണ്ട്, രാഹുലേട്ടാ ഇവിടുന്ന് പോവാൻ നോക്ക്, അല്ലെങ്കിൽ മോൾ ഇവിടുന്ന് പോകും. എവിടെങ്കിലും പോ. ഞാൻ എവിടെ പോകും ഷാരി? എങ്ങോട്ടെങ്കിലും പോടോ എന്ന് പറഞ്ഞിട്ട് ഷാരി അകത്ത് കയറി പോവാണ്. അങ്ങനെ രാഹുല് അവിടുന്ന് പതുക്കെ പതുക്കെ നടന്ന് വാതിക്കൽ ഇങ്ങനെ നടന്ന് കാലും കുത്തി കുത്തി നടന്ന് പതുക്കെ അവിടുന്ന് പോകുമ്പോഴേക്കും ഉമ്മറത്ത് എത്തുമ്പോഴേക്കും പതുക്കെ ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ്. അപ്പോഴേക്കും സരിയു ദേഷ്യത്തിൽ വാതിൽ കൊട്ടി അടക്കുവാട്ടോ. രാഹുൽ അങ്ങനെ പതുക്കെ നടന്നു വേഗം സിറ്റിയിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ നടന്നെഴഞ്ഞു പോവുകയാണ് രാഹുൽ. ഓട്ടോ പിടിക്കാനുള്ള പൈസ പോലും രാഹുലിന്റെ കയ്യിലില്ല കേട്ടോ. അപ്പോഴേക്കാണ് അവിടേക്ക് കിരണും കല്യാണിയും കൂടി വരുന്നത്. അവർ രാഹുലിനെ കാണുമ്പോൾ വണ്ടി നിർത്തി അങ്ങോട്ടേക്ക് ഇറങ്ങുവാണ്. എടോ, തന്റെ കയ്യും കാലൊക്കെ ശരിയായിടോ? സിറ്റിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി തുടങ്ങിയാലോ? അതോ തന്റെ മോളും ഭാര്യയും കൂടി തന്നെ അടിച്ചു പുറത്താക്കിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും കല്യാണി പറയുന്നുണ്ട്, അതെ കിരണേട്ട രണ്ടാമത് പറഞ്ഞതായിരിക്കും ചാൻസ്. മോള് ചിലപ്പോ അടിച്ചു പുറത്താക്കിയിട്ടുണ്ടാവും. കാരണം അവളിപ്പോ മനോഹരനെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ ഏറെക്കുറെ മനസ്സിലാക്കിയല്ലോ. അതുകൊണ്ട് ഇയാൾക്ക് ഉത്തരം പറയാൻ പറ്റുന്നുണ്ടാവില്ല മനോഹരനെ കുറിച്ച് അവൾ എന്തെങ്കിലും ചോദിച്ചാലേ. ഒന്നില്ലെങ്കിൽ ഇയാളായിട്ട് ഇറങ്ങിപ്പോയി, അല്ലെങ്കിൽ ഇയാളെ അടിച്ചൊറുക്കി വിട്ടു. ഏതാണോ സത്യം? എന്താണെങ്കിലും ഒരു കാര്യമുണ്ട്. നിങ്ങളെ ആ മുറ്റത്തേക്കോ എവിടെയെങ്കിലൊക്കെ പോയിട്ട് ആൾക്കാരുടെ മുമ്പിൽ ഭിക്ഷ എടുത്തിട്ട് കുറച്ച് പൈസ കിട്ടും. അതിന് മിച്ചം വെച്ചാൽ തനിക്ക് ലാഭം ഉണ്ടാവോടോ എന്ന് കല്യാണി പറയുമ്പോ, മോളെ നീ അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടാവുമായിരിക്കും, പക്ഷെ ഞാൻ അങ്ങനെ നടന്നിട്ടില്ല. അതുകൊണ്ട് ആരുടെ മുമ്പിൽ കൈ നീട്ടാൻ എനിക്ക് അറിയില്ല എന്ന് പറയാണ്. എടോ നോക്കിക്കേ, താൻ മര്യാദയ്ക്ക് മിണ്ടാതിരുന്നോ? തന്നെ ജീവനോടെ വിട്ടതിനെ ഞാൻ ചെയ്ത് തെറ്റാ. താനൊന്ന് ആലോചിച്ച് നോക്ക്. എന്റെ അച്ഛൻ തന്നെ കൊന്നുകളയാൻ പോയതാ. പക്ഷെ അച്ഛൻ തന്നെ കൊന്ന് ജയിലിൽ കിടക്കാൻ ഞങ്ങൾക്കൊന്നും താല്പര്യമില്ല. തന്റെ നട്ടല് ഞാൻ ഒടിച്ചൊതുക്കിയതേ താൻ ഒരിക്കലും എഴുന്നേറ്റ് നടക്കില്ലെന്ന് വെച്ചിട്ടാ. പക്ഷെ താൻ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. ഇനി തന്റെ നട്ടല് ഞാൻ ഇനിയോ അടിച്ചൊതുക്കണോടോ? കിരൺ മോനെ, നിന്നെ വളർത്തി വലുതാക്കിയത് ഞാനാ. താൻ ഈ കഥ പറയുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ടാണോ താൻ എന്നെ കൊല്ലാൻ വേണ്ടി ആളെ വിട്ടത്? ദേ മര്യാദക്ക് വായടച്ചിരുന്നോ.
അല്ലെങ്കിൽ തന്റെ അടുത്തേക്ക് ഞാൻ ഒരിക്കൽ കൂടി വരും, തന്റെ നട്ടല് ഇനിയും തല്ലി ഒടിക്കാനായിട്ട്, കേട്ടലോടോ ബഗാസുര എന്ന് പറഞ്ഞിട്ട് കിരണും കല്യാണിയും അവിടെ നിന്ന് പോവാട്ടോ. രാഹുല് വീണ്ടും പതുക്കെ പതുക്കെ തുഴഞ്ഞ പോലെ നടന്ന് എഴഞ്ഞെഴഞ്ഞ് പ്രകാശിന്റെ കടയുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് പ്രകാശ് ആണെങ്കിൽ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. മുതലാളി പ്രകാശിനോട് ചോദിക്കണ്ടേ, എടാ പ്രകാശ, നീ ഏതു നേരം ഒരേ ആലോചനയിലാടാ, നീ രണ്ട് കേട്ടിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഇനി മൂന്നാമത് ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ കല്യാണം കഴിക്കാനായിട്ട്? അതിനെക്കുറിച്ചാണോ നീ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? സാറേ, ഞാൻ ഓരോരോ കാര്യങ്ങൾ വെറുതെ ആലോചിച്ചിരിക്കുകയായിരുന്നു, അതന്നെയാ പറഞ്ഞത്. എന്തിട്ടാ നീ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? നോക്ക്, നീ വന്നേ പിന്നെ ഈ കടയിലെ കച്ചവടം പോലും ശരിക്കും നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. രാഹുൽ പെട്ടെന്ന് പ്രകാശിനെ കാണുന്നു കേട്ടോ. എടാ പ്രകാശ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ, ആ രാഹുല് എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോഴേക്കും മുതലാളി ചോദിക്കണ്ടേ, എടാ പ്രകാശ, നിനക്ക് അറിയാവുന്ന ആളാണോ അയാള്? അയാൾക്ക് മീൻ മേടിക്കാൻ പറ, മീൻ മേടിക്കാൻ വന്നതാണ് അയാള്, പോയി പറ മീൻ മേടിക്കാൻ, ഞാൻ ഇന്ന് കണ്ടിട്ട് വരട്ടെ, പോയി സംസാരിച്ചിട്ട് വേഗം വാ എന്ന് പറയണം. അങ്ങനെ പ്രകാശം പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എടാ നീ ഇപ്പോഴും ഇവിടെയാണ് നിൽക്കണത്? പിന്നെ ജീവിച്ചു പോകണ്ടേ രാഹുലെ? അല്ല നീ എന്താ ഇവിടെ? നിന്റെ കയ്യും കാലൊക്കെ ശരിയായോ? എനിക്കും ജീവിക്കേണ്ടത് എങ്ങനെയെങ്കിലും. എടാ നീ ഇവിടുത്തെ ജോലി വിടടാ, നമുക്കൊരു തട്ടുകട തുടങ്ങാം. എന്നിട്ട് തട്ടുകട നീ നോക്കി നടത്ത്, ലാഭം എന്തെങ്കിലും എനിക്ക് തന്നാ മതിയടാ. തട്ടുകട നടത്താനുള്ള ശേഷിയൊന്നും എനിക്കില്ല രാഹുലെ, എനിക്ക് അതിനുള്ള ഇതൊന്നും ഇല്ല ഇപ്പോ, ഞാനിങ്ങനെ നടക്കണമെന്നേ ഉള്ളൂ, ഒട്ടും വയ്യ എന്ന് പറയണം. എടാ നിന്നെ ഈ അവസ്ഥയിലാക്കിയത് ആരാന്നറിയാവോ? ആ കല്യാണി കിരണ, അവരിപ്പൊ നെളിഞ്ഞു നടക്കുക. അവരൊന്നല്ല ഈ അവസ്ഥയിലാക്കിയത്, എന്റെ അമ്മ എന്നെ ഈ അവസ്ഥയിലാക്കിയത്. എടാ അതിനെ കാരണം കല്യാണിയാ, കല്യാണി വേണ്ട നിന്റെ അമ്മ നിന്റെ കാല് തല്ലി ഒടിച്ചത്. അല്ലടാ, എന്റെ അമ്മ സ്വന്തം ഇഷ്ടപ്രകാരം എന്റെ കാല് തല്ലി ഒടിച്ചത്. ഞാൻ ചെയ്ത തെറ്റുകൾക്ക് ക്രൂരതകൾക്ക് ഫലമായിട്ടാ എനിക്കിത് കിട്ടിയത്. അമ്മയുടെ കൊച്ചുമകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എന്റെ കാല് തല്ലിയൊടിച്ചു. അവളെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞ് നടക്കല്ലേ, ഞാൻ കൊല്ലാതിരിക്കാൻ വേണ്ടി എന്റെ കാല് തല്ലിയൊടിച്ചു. ഞാൻ ചെയ്ത ക്രൂരതകളൊക്കെ ഞാൻ അനുഭവിക്കേണ്ടടാ. പാവം കല്യാണിനെ ഞാൻ എത്രമാത്രം ഉപദ്രവിച്ചിട്ടുണ്ട്. എടാ നീ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അപ്പൊ നിന്റെ സ്വഭാവം മാറിയല്ലേ? നിന്റെ അമ്മ നിനക്കിട്ട് ഒരു അടി തന്നപ്പോ നിന്റെ സ്വഭാവം മാറിയല്ലേടാ? എടാ സ്വഭാവം മാറിയോ മാറാതിരിക്കോ അതെന്തെങ്കിലും ആവട്ടെ, നീ ഒരു കാര്യം മനസ്സിലാക്കുക, ഞാൻ ഒന്നിനുമില്ല. ദൈവം തന്ന ശിക്ഷയായത്, ദൈവം തന്നത് ഞാൻ അനുഭവിച്ചാലോ തീരൂ, അത്ര മാത്രമേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ എന്ന് പറയണം. എടാ പ്രകാശ, നോക്ക്, നിന്റെ മോനെ ജയിലിലാക്കിയത് അവളാ, ആ കല്യാണി. അവൻ ജയിലായതിനെ കാരണം അവൻ തന്നെയല്ലേ എടാ? അവൻ എന്തിനാ ആ കാർത്തികയുടെ വീട്ടിലെ രാത്രി പോയിട്ട് അവളുടെ തലക്കടിച്ചത്? മാത്രമല്ല അവളുടെ വീട്ടിൽ നിന്ന് പൊന്നും പണമൊക്കെ മോഷ്ടിച്ചത് എന്തിനാ? അതിനുള്ള ശിക്ഷയിൽ അവനെ കിട്ടിയത്. അവൻ ജയിലിൽ കിടക്കട്ടെ, അവൻ ഇതെന്നല്ല എത്രയോ പേരെടുത്ത് ഓരോരോ തെറ്റുകൾ ചെയ്ത അതിനുള്ള ശിക്ഷയാ അവൻ അനുഭവിക്കുന്നത്. പ്രകാശ, നീ തന്നെയാണ് പറയണത്, നീ പൊന്നുപോലെ വളർത്തിയ മോനെ കുറിച്ച് നീ തന്നെയാണ് പറയണത്. അതെ, ഞാൻ പൊന്നുപോലെ അവനെ മാത്രമേ വളർത്തിയുള്ളൂ, അതിനുള്ള ശിക്ഷ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പാവം എന്റെ പെമ്മക്കളെ ഞാൻ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല, പ്രത്യേകിച്ച് കല്യാണിനെ. അപ്പൊ നീ ആകെ മാറി, ഇനി നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അല്ലടാ രാഹുൽ, നീ എന്തായാലും വന്നതല്ലേടാ, ഒരു 2 കിലോ മീനെങ്കിലും മേടിക്കടാ. നീ മീൻ മേടിച്ച ഇവിടുത്തെ മുതലാളിക്ക് ചെറിയ സന്തോഷമാവോടാ. എടാ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി, ഞാൻ ഇനി മീൻ മേടിച്ചിട്ട് എവിടെ പോയിട്ട് കറി വെക്കാനാടാ? എന്തിനാ ഞാൻ മീൻ മേടിക്കണത്? എനിക്ക് മീൻ വേണ്ടടാ, ഞാൻ എവിടെ മീൻ കൊണ്ടിട്ട് എന്ത് ചെയ്യാനായിട്ടാ? നീ പോവാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് രാഹുൽ അവിടെ നിന്ന് പോകുവാണ്. രാഹുൽ പോയി കഴിയുമ്പോൾ പ്രകാശം കടയിലേക്ക് കേറുന്നുട്ടോ. എടോ എന്താടാ, അയാൾ മീൻ മേടിച്ചില്ലേ? അയ്യോ സാറേ, മീൻ മേടിക്കാനല്ല വന്നത്, എന്നെ കാണാനാ വന്നത്. ഞാൻ പറഞ്ഞില്ലേ എന്റെ ഒരു സുഹൃത്താ അത്. അല്ലല്ല, അയാൾ ശരിക്കും മീൻ മേടിക്കാൻ വന്നതാടാ. നിന്നെ കണ്ടപ്പോ നിന്നോട് സംസാരിച്ചു, നീ എന്തോ പറയാളെ പറഞ്ഞു വിട്ടു. അയാളെ കണ്ടല്ലറിയാം, അയാൾ കുറഞ്ഞത് 5 കിലോ മീനെങ്കിലും മേടിച്ചാനെ. നീ ഇവിടെ വന്നത് പിന്നെ ഇവിടുത്തെ കച്ചവടേ നടക്കുന്നില്ല. എടാ പ്രകാശ, ഞാനൊരു കാര്യം പറയാം, നാളെ മറ്റന്നാളും കൂടി നോക്കും, ഇവിടെ കച്ചവടമൊന്നും നടന്നില്ലെന്നാണെന്നുണ്ടെങ്കിൽ നീ ഇവിടുന്ന് പോവാൻ നോക്ക്. നിന്നെ എരണം കെട്ടവനായ നിന്നെ ഇവിടുന്ന് എത്തിയ പിന്നെ ആൾക്കാർ ആരും ഇവിടേക്ക് വരുന്നില്ല. അത്രക്ക് മോശമാണ് നിന്റെ പേര്. നിന്റെ പേര് മാത്രം, നിന്റെ മോനോ ജയിൽ പുള്ളിയാണ്, അതുകൊണ്ട് ആരും ഇവിടെ വരാത്തത്. എന്തായാലും ഞാൻ 2 ദിവസം കൂടി നോക്കും, അതിനുശേഷം നീ ഇവിടുന്ന് പോയില്ലെങ്കിൽ ഞാൻ കടയ്ക്ക് സെക്ടർ ഇടാൻ പോവാ എന്നൊക്കെ പറയാട്ടോ. അത് കേൾക്കുമ്പോൾ പ്രകാശന് എന്തോ പോലെ തോന്നുവാട്ടോ. അങ്ങനെ പ്രകാശിന്റെ മുഖം മാറി നിൽക്കുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.